ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ചെയ്യാറുണ്ട്, പുതിയ വെബ്സൈറ്റ്സും ആപ്സും എല്ലാം പരിചയപ്പെടുത്തിയിട്ട്. അപ്പോൾ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ലിങ്കിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാൻ പറയും. ഒരു 10-20 വീഡിയോ ആയപ്പോൾ കമൻസിന് റെസ്പോൺസ് കൊടുക്കാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു ചെറിയ ഓട്ടോമേഷന് N8N യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. കമൻസിന് റെസ്പോൺസിന് ഗൂഗിൾ ഷീറ്റ്സും പിന്നെ ചെറിയൊരു AI ഹെൽപ്പും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ടോട്ടൽ വർക്ക് ഫ്ലോ എങ്ങനെയാണ് വരുന്നത്, ഞാൻ എങ്ങനെയാണെന്ന് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിൻ്റെ API വെച്ചിട്ട് ആ ചാനലിൻ്റെ ID കൊടുത്തിട്ട് അതിലുള്ള എല്ലാ വീഡിയോസും എടുത്തുകൊണ്ട് വരുന്നു. നമ്മളതിൽ വീഡിയോസ് മാത്രം ഫിൽറ്റർ ചെയ്യുന്നു. കാരണം നമുക്ക് ആ API വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്ലേലിസ്റ്റ് വരും, ചാനലിൻ്റെ ജനറൽ ഇൻഫർമേഷൻ, അതും കൂടി നമുക്ക് APIയിൽ നിന്ന് റെസ്പോൺസ് വരും. അത് നമ്മൾ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ വീഡിയോക്ക് എത്ര കമൻറ്റ്സ് വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളതിന് കമൻസിൻ്റെ APIയിൽ വിളിക്കും. എന്നിട്ട് കമൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. അതാണ് ഈ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമൻറ്റ് ഓൾറെഡി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, കമൻസിൽ എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമൻറ്റ് ജനറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കമൻറ്റ് പോസ്റ്റ് ചെയ്യും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും സ്റ്റെപ്സാണ് കാര്യമായിട്ടുള്ളത് ഇതിലുള്ളത്. സോ ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഇനി നമുക്ക് വേണ്ട പ്രീ റിക്വസ്റ്റ് ആയിട്ടുള്ളത് ഒരു ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ്. ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ ടു കൺസോൾ. ഞാൻ URL ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്രിയേറ്റ് കൊടുത്തു ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് ക്രിയേറ്റഡ്. ഗോ ടു ദ പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം എനേബിൾ ചെയ്യാനുള്ള രണ്ട് APIs ഉണ്ട്. ഒന്ന് യൂട്യൂബ്, ഇവിടെ അങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. യൂട്യൂബ് ഡാറ്റ API v3 ഇനേബിൾ കൊടുക്കുക. ഇവിടെ വരിക, ഗൂഗിൾ ഷീറ്റ്സ് API. അപ്പോൾ നമ്മൾ രണ്ട് API ഇനേബിൾ ചെയ്ത് കൊടുത്തു. ഈ രണ്ട് API ഇനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് API ആൻഡ് ഇനേബിൾഡ് API ആൻഡ് സർവീസസിൽ ഒരു കൺസെൻറ്റ് സ്ക്രീന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ആപ്ലിക്കേഷൻ നെയിം, ഓട്ടോമേഷൻ, നെക്സ്റ്റ് എക്സ്റ്റേണൽ, ഇമെയിൽ അഡ്രസ് സെയിം, എഗ്രി, ക്രിയേറ്റ്. ഇത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ഓത്ത് ക്ലയൻറ്റ് കൊടുക്കുക. ആപ്ലിക്കേഷൻ ടൈപ്പ് വെബ് ആപ്ലിക്കേഷൻ ആണ്, ബിക്കോസ് N8N ഈസ് എൻ വെബ് ആപ്ലിക്കേഷൻ. ഈ ഓതറൈസ്ഡ് റിഡയറക്റ്റ് URIs ഇവിടെ ഒന്ന് കൊടുക്കാനുണ്ട്. വി ക്യാൻ കം ബാക്ക് ടു ദി സെയിം പേജ്. സോ ലെറ്റ്സ് ഒരു യൂട്യൂബിൻ്റെ ഇതെടുത്തിട്ട് യു ക്യാൻ സെലക്ട് എനിത്തിങ് യു വാണ്ട്. സോ ഇവിടെ ഞാൻ ഓൾറെഡി ഓതൻറ്റിക്കേഷൻ ഇത് സെറ്റപ്പ് ചെയ്തുകൊണ്ട് ഐ ടു ക്രിയേറ്റ് വൺ. സോ ദിസ് ഇസ് കോൾ ബാക്ക് URL ആൻഡ് ഈ കോൾ ബാക്ക് URL ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ആഡ് URI ആൻഡ് ക്രിയേറ്റ്. സോ ക്ലയൻറ്റ് സെലക്ട് ചെയ്തു. ഇത് ഈ ഓത്ത് ക്ലയൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റ് ID യും കിട്ടും, ഒരു ക്ലയൻറ്റ് സീക്രട്ടും കിട്ടും. ആ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ക്ലയൻറ്റ് ID, ക്ലയൻറ്റ് സീക്രട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ലെറ്റ്സ് ഡു ദാറ്റ്, ഗോ ത്രൂ ഇറ്റ് എനിവേ. ക്ലയൻറ്റ് ID ആൻഡ് ക്ലയൻറ്റ് സീക്രട്ട്. ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്.
സേവ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ബാക്ക് ടു ഗൂഗിൾ കൺസോൾ, ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെസ്റ്റ് യൂസേഴ്സിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ N8Nൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കുന്നുണ്ടല്ലോ, അതേ ഇമെയിൽ ഐ ഡി തന്നെ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആപ്പിന് നമ്മുടെ ആ APIയിൽ പെർമിഷൻസ് കിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യാനുള്ളത്. സോ ഇഫ് യു വർ ടു സൈൻ ഇൻ വിത്ത് ഗൂഗിൾ, സെലക്ട് ഓൾ, കണ്ടിന്യൂ, കണക്ഷൻ സക്സസ്ഫുൾ. സോ സൈൻ ഇൻ സക്സസ്ഫുള്ളായി. സോ യു ക്യാൻ ജസ്റ്റ് ഇനി ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ജസ്റ്റ് ഒരു ക്രെഡൻഷ്യൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്കിത് ആവശ്യമുള്ളൂ. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ സ്റ്റെപ്സ് വിച്ച് ഇൻവോൾവ്സ് ദിസ് വൺ. സോ ഞാൻ ആദ്യം തന്നെ കൊടുക്കുന്ന ട്രിഗർ ഷെഡ്യൂൾ ട്രിഗറാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിളിൻ്റെ APIs നമുക്ക് തരുന്ന, നമുക്ക് വെബ് ഹുക്സ് ഒന്നും നമുക്ക് തരുന്നില്ല. അതായത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്ത വെബ് ആപ്പിലേക്കൊക്കെ ഒരു റെസ്പോൺസ് തരുന്ന ഒരു വെബ് ഹുക്ക്, അങ്ങനത്തെ ഒരു പരിപാടി ഗൂഗിളിനില്ല. ആകെയുള്ളത് ഇങ്ങനത്തെ APIs ആണ്. അപ്പോൾ നമ്മളെന്താണ്, ഒരു പീരിയോഡിക്കായിട്ട് നമ്മൾ ഈ APIയിൽ വിളിച്ച് നോക്കിയിട്ട് വല്ല പുതിയ കമൻറ്റും വന്നോ നോക്കണം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഷെഡ്യൂൾ ട്രിഗറാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. സോ യു ക്യാൻ ചൂസ് മേ ബി ഹവേഴ്സ്, വിത്തിൻ 1 hour ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ചാനൽ വെച്ചിട്ട് നമുക്ക് അതിലുള്ള യൂട്യൂബ് വീഡിയോസ് എടുത്തുകൊണ്ട് വരും. അതാണ് ഈ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിന് വേണ്ടത് നമ്മുടെ ഒരു URL ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കമൻറ്റിൽ കൊടുക്കാം. സോ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ സെർച്ച് എന്ന് പറഞ്ഞ API ആണ്. ഇതാണ് ആ API. ആൻഡ് വി നീഡ് ടു പാസ് ഇൻ ഫ്യൂ വാല്യൂസ്. സോ നമ്മൾ ഇതിൽ പാസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചാനൽ ID ആണ്. ഈ ചാനൽ ID എവിടെയാണ് കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചാനൽ ഡാഷ്ബോർഡിൽ വന്ന് ഇവിടെ സെറ്റിങ്സ് കൊടുത്ത് അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ചാനൽ ID കാണാം. ഇതാണ് നിങ്ങളുടെ ചാനൽ ID. ഈ ചാനൽ ID ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ചാനൽ ID അതാണ് ഈ APIക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാരാമീറ്റർ. അപ്പോൾ നമ്മൾ URL കൊടുത്തു ആൻഡ് ക്രെഡൻഷ്യൽ കൊടുക്കുന്നത് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽ തന്നെയാണ്. കാരണം നമ്മൾ ഓൾറെഡി ഇങ്ങനൊരു ഓതൻറ്റിക്കേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് API കീ വെച്ചിട്ടും നമുക്ക് ഓതൻറ്റിക്കേറ്റ് ചെയ്യാം. ഈ OAuth 2 വെച്ചിട്ടും നമുക്ക് ഓതൻറ്റിക്കേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഡൺ. ദെൻ വി ആർ ഗോയിങ് ടു സെൻഡ് സം query parameters and that's channel ID and we are going to send it. Okay, and so ഈ സ്റ്റെപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുള്ള വീഡിയോസും ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ഞാൻ ഇവിടെ ഡ്രോയിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നൊരു പ്രോസസ്സ്. ആ ഫിൽട്ടർ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഈ HTTP റിക്വസ്റ്റ് എന്ന് ഫസ്റ്റ് വരുന്നത് ഒരു സിംഗിളായിട്ടുള്ള ഒരൊറ്റ അറേയാണ് വരിക. അപ്പോൾ നമ്മൾ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ഔട്ട് എന്നുള്ള ഒരു കോമ്പണൻറ്റ് യൂസ് ചെയ്യും. അതിന് ഈ ഐറ്റംസ് എന്ന് പറഞ്ഞ അറേ മാത്രമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഇതിലേക്ക് വരുന്നത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഐറ്റമാണ് വരുന്നത്. നമ്മൾ സ്പ്ലിറ്റ് ഔട്ടിൽ നിന്ന് 36 ഐറ്റംസ് ആയിട്ട് 35 ഐറ്റംസ് 35 വീഡിയോ URLസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് APIയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം നമ്മുടെ APIയുടെ റെസ്പോൺസിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 35 വീഡിയോസ് നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. സോ ഗോ ടു യുവർ ചാനൽ. സോ ദിസ് ഈസ് മൈ ചാനൽ. 33 വീഡിയോസേ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ളൂ. പക്ഷേ നമുക്ക് APIയിൽ 35 വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. സോ
നിങ്ങൾ ഗോ ഡൗൺ ചെയ്ത് പേജിനേഷനിൽ ലാസ്റ്റത്തത് നോക്കിയിട്ടുണ്ടെങ്കിൽ കൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലെ വാല്യൂ നോക്കുക. യൂട്യൂബ് ചാനൽ, അതായത് നമ്മുടെ ചാനലിൻ്റെ ജനറൽ ഇൻഫർമേഷനാണ് ഈ APIയിൽ നമുക്ക് തരുന്നത്. പിന്നുള്ളത് പ്ലേലിസ്റ്റും നമുക്ക് തരുന്നുണ്ട്. ഈ 2 ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ഔട്ട് കിട്ടി കഴിഞ്ഞ് ഒരു ഈഫ് കണ്ടീഷൻ കൊടുക്കും. ഇൻ കേസ് നമുക്ക് വേണ്ടത് ഈ കൈൻഡ് യൂട്യൂബ് വീഡിയോ ആയിട്ടുള്ള കൈൻഡ് മാത്രം മതി എന്നുള്ളതാണ്. ബാക്ക് ടു ക്യാൻവാസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രൂ കേസ് മാത്രം എടുക്കുന്നു. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ കിട്ടിയ വാല്യൂസ് എല്ലാം നമ്മളൊരു ഗൂഗിൾ ഷീറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഇൻസേർട്ട് ഇൻ ദ സെൻസ് ഇറ്റ്സ് അപ്പൻഡ്. അതിൽ ഓൾറെഡി വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യില്ല, ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പോവുകയേ ചെയ്യുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ, നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. ദിസ് ഈസ് ദ ഷീറ്റ് നെയിം ആൻഡ് ഐ ഡിഫൈൻഡ് സം കോളം നെയിംസ്. യൂട്യൂബിൻ്റെ ടൈറ്റിൽ, തമ്പനെയിൽ, വീഡിയോ ഐ ഡി എന്താണെന്നുള്ളത് ഞാൻ പറയാം, ഡിസ്ക്രിപ്ഷൻ, പബ്ലിഷ്ഡ് ഓൺ. ദീസ് 2 ഐ വിൽ എക്സ്പ്ലെയിൻ. സോ ടൈറ്റിൽ നമുക്ക് ഇതിൽ കാണിക്കുന്ന ഈ ടൈറ്റിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ട് കാണുന്നതാണ് ID. ദിസ് ഈസ് ദ ID. ഓക്കെ, ആൻഡ് ദിസ് ഈസ് യുണീക്ക് ആൻഡ് ദാറ്റ്സ് വീഡിയോ ID. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ID ആണ്, കാരണം നമുക്ക് മുന്നോട്ട് വരുന്ന എല്ലാ APIസിനും ഈ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. എക്സ്പെക്റ്റഡ് റെസ്പോൺസ്, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്, വൈ ഡു വി നീഡ് ഇറ്റ് ആൻഡ് ഓൾസോ. സോ ബാക്ക് ടു ദ ഫ്ലോ. നമ്മൾ ഗൂഗിൾ ഷീറ്റ്സിൻ്റെ, ഞാൻ നേരത്തെ നമ്മൾ ഗൂഗിളിൻ്റെ കൺസോളിൽ പോയിട്ട് 2 APIs ഇനേബിൾ ചെയ്തിട്ടില്ലേ. ഒന്ന് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുന്ന V3 API ആക്സസ് ചെയ്യാനും, പിന്നെ ഉള്ളത് ഗൂഗിൾ ഷീറ്റ്സിൻ്റെ API നമ്മൾ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഗൂഗിൾ ഷീറ്റ്സ് അക്കൗണ്ട് ക്രെഡൻഷ്യൽസ് ക്രിയേറ്റ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞ അതേ അത് തന്നെ, ഇത് സെയിം തന്നെയാണ്. നമുക്ക് ആ ക്ലയൻറ്റ് ഐഡിയും ക്ലയൻറ്റ് സീക്രട്ടും സെയിം ക്ലയൻറ്റ് ഐഡീസ് ക്ലയൻറ്റ് സീക്രട്ടും നമുക്കിവിടെ യൂസ് ചെയ്താൽ മതി. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദിസ് ഇൻ ദിസ് സ്റ്റെപ്പ്. ക്ലോസ്. നമ്മൾ റിസോഴ്സ് ആയിട്ടുള്ളത് ഷീറ്റ് വിത്തിൻ ഡോക്യുമെൻറ്റ് ആൻഡ് അപ്പൻ ഓർ അപ്ഡേറ്റ് റോ. നമ്മൾ ഈ വർക്ക് ഫ്ലോയിൽ 2 എണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇതും പിന്നെ ഗെറ്റ് റോസും. ആ റോസ് എന്നുള്ളത് അപ്കമിങ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ആൻഡ് ഫ്രം ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലെറ്റ്സ് ചേഞ്ച് ഇറ്റ് ടു N8 V2 ആൻഡ് സോ ഐ എം ഗോയിങ് ടു റീഫ്രഷ് ദ സെയിം തിങ്. ടൈറ്റിൽ നിങ്ങൾ ഇതിനു മുമ്പ് N8N യൂസ് ചെയ്ത ആൾക്കാരെന്നുള്ളൊരു അസംഷനിലാണ് ഞാനിതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എനിവേ ഐ എം ഗോയിങ് ടു ഡു ദിസ് അഗെയിൻ. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, this is the description. So I'm going to leave expected response and comment as it is, and I'm going to use this column match on. So നമ്മൾ ഇവിടെ കൊടുത്ത ഓപ്പറേഷൻ അപ്പൻഡ് ഓർ അപ്ഡേറ്റ് റോ ആണ്. അതായത് ഈ വീഡിയോ ID ഓൾറെഡി നമ്മൾ ഈ ഷീറ്റിലുണ്ടെങ്കിൽ പിന്നെ എന്താക്കരുത്, അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല, അപ്പൻഡ് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ കോളം ടു മാച്ച് ഓൺ. സ്റ്റെപ്പ് ടെസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഔട്ട്പുട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ വീഡിയോൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, അടുത്തത് ഗൂഗിൾ ഷീറ്റിൽ കൊടുത്തു. ഈ സ്പ്ലിറ്റ് ഔട്ട് ഈസ് ആക്ച്വലി നോട്ട് നീഡഡ്. എനിവേ വി ആർ ഗോയിങ് ടു സ്പ്ലിറ്റ് ദിസ് 33 items into 33 responses. Let's remove this. Did we put so നമുക്ക് വേണ്ടത്, okay, back to canvas, and this is the second API we are going to use. Okay, and this is comment threads എന്നാണ് കൺസോളിൽ. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഇതിൽ കൊടുക്കും. അപ്പോൾ കമൻറ്റ് ത്രെഡ്സിന് ഇതാണ് റിക്വസ്റ്റ്. ഇതിൽ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റർ വീഡിയോ ID ആണ്.
ഈ വീഡിയോ ID ആയിട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഗൂഗിൾ ഷീറ്റ്സിൻ്റെ ഔട്ടിൽ നിന്ന് വരുന്ന വീഡിയോ ID. അതാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. യു സി. സോ പാരാമീറ്റേഴ്സ് ആയിട്ട് predefined credential type, you can choose YouTube both API and yes, use fields below. I think this is not really needed, this one also. Okay, so let's test this step. 33 items. നമുക്ക് ഓരോ വീഡിയോനനുസരിച്ചിട്ടുള്ള കമൻറ്റ് ത്രെഡ്സ്, അതായത് അത്രയും കമൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ തിരിച്ച് കിട്ടുന്ന നിങ്ങൾ റെസ്പോൺസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വീഡിയോസിനൊന്നും കമൻസ് ഇല്ല. ടോട്ടൽ റിസൾട്ട് 0 ആണ്. 0, 0, 0, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ആൻഡ് ദർ ഇസ് വൺ റിസൾട്ട് ആൻഡ് ദാറ്റ്സ് ഹാസ് സം മെസ്സേജസ് ആൻഡ് ദിസ് ഇസ് ദ comment. Is it possible to get the input from? So this is related to one YouTube video and it was a question and it was like already responded. I already responded with the rest. Okay, so let's go to the next step. നമ്മൾ ഇവിടുന്ന് HTTP റിക്വസ്റ്റ് നിന്ന് നമുക്ക് 33 റെസ്പോൺസസ് ഉണ്ട്. പക്ഷേ 33 റെസ്പോൺസ് നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻസ് മാത്രം മതി. ഇതിൽ കമൻസ് ഇല്ലാത്തത് ഒരുപാടുണ്ടല്ലോ. സോ വി ആർ ഗോയിങ് ടു പുട്ട് സം കണ്ടീഷൻ, സംതിങ് ലൈക്ക് ഇഫ് ടോട്ടൽ റിസൾട്ട്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. നമ്മൾ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, പുറത്തേക്ക് ഔട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കമൻസ് മാത്രം ഇവിടെ ഫിൽട്ടറായിട്ട് കിട്ടും. ഇനി അതിൽ നിന്ന് 18 ഐറ്റംസ് കമൻ്റ് ഉണ്ട്. സോ ഇതിൽ നമ്മൾ ഇത്രയും പാർട്ട് നമുക്ക് ആവശ്യമില്ല. ദിസ് മച്ച് പാർട്ട്, കൈൻഡ്, ഈ ടാഗ്, പേജ് ഇൻഫോ. So if we need, we can include that, but right now we don't need it. So we are going to use a split out action, and that's just field to split out items. So we are just going to drag this and put it here. Okay, test step. So we are just going to get, നമ്മൾ ഇത്രയും പാർട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് സ്ട്രിപ്പ് ചെയ്ത് മാറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് വന്ന കമൻസിൽ ഒരു കാര്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ വീഡിയോ. സം ഓഫ് ദ വീഡിയോസ് ഹാസ് കമൻസ്. നമുക്ക് ഈ വീഡിയോ നോക്കാം. ഈ വീഡിയോയിൽ കമൻറ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പ് ലെവൽ കമൻ്റ് ഉണ്ട്. ടോപ്പ് ലെവൽ കമൻറ്റിൽ റെസ്പോൺസ് ഇല്ല, പക്ഷേ അത് കമൻറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വർക്ക് ഫ്ലോയിൽ നമുക്ക് എന്ത് വേണ്ട, സാദിഖ് സുലൈമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓദർ ഡിസ്പ്ലേ നെയിം, അതായത് ഈ ഓദർ ഡിസ്പ്ലേ നെയിം നമുക്ക് ഇതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ഓദർ ഡിസ്പ്ലേ നെയിം സി, അത് നോട്ട് ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഫിൽട്ടർ അപ്ലൈ ചെയ്യണം. ഓക്കെ, ആൻഡ് ലെറ്റ്സ് റൺ ദിസ് ആൻഡ് വി ഗോട്ട് 61 ഐറ്റംസ് ആൻഡ് 4 ഐറ്റംസ് എന്തില്ല, 4 എണ്ണം. അപ്പം 4 വീഡിയോയിൽ ഞാൻ ചിലപ്പോൾ വേറെ കമൻറ്റ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ശരിക്കും റെസ്പോൺസ് ചെയ്യേണ്ടത് എൻ്റെ കമൻറ്റിന് ഞാൻ തന്നെ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞ് ഗൂഗിൾ ഷീറ്റിൽ ബാക്ക് ടു ഗൂഗിൾ ഷീറ്റ്, ദിസ് വൺ മോർ വർക്ക് ഷീറ്റ് കോൾഡ് കമൻറ്റ് ഹിസ്റ്ററി. ഞാനിവിടെ കൊടുത്തത് ID ഉണ്ട്. ID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റിനൊരു ID ഉണ്ടാവും. നമ്മൾ വീഡിയോക്കൊരു ID പോലെ തന്നെ കമൻറ്റിനൊരു ID ഉണ്ട്. ആൻഡ് വി നീഡ് ടു യൂസ് ദാറ്റ് വീഡിയോ ID ആൻഡ് കമൻറ്റ് ടെക്സ്റ്റ്. ഇതെന്താണ്, നമുക്ക് കിട്ടിയ കമൻറ്റ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്, റിപ്ലൈഡ് ഓർ നോട്ട്. സോ ദാറ്റ്സ് ദ കോളംസ് and we go back to the sheet, same one, sheet with document, append or update. So we are going to use sheet comment history and ID. ഇതാണ് കമൻറ്റ് ID, ടോപ്പ് ലെവൽ കമൻറ്റിൻ്റെ. Maybe we can use this one.
Okay, and video ID is this one. Text original ആണ് നമ്മൾ കമൻറ്റ് ടെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നത്. Okay, replied it or not, we are just going to leave it as it is. Maybe we can put this one, total reply count. അതായത് നമുക്ക് ഇത് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ റിപ്ലൈ ചെയ്തിട്ടില്ല എന്നാണ്. വി ക്യാൻ യൂസ് ദാറ്റ് പാരാമീറ്റേഴ്സ്, റൈറ്റ്? സോ നമ്മൾ വർക്ക്ഷീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഒന്നുമില്ല. ആൻഡ് ടെസ്റ്റ് match on. Okay, we forgot to put this match on. So video ID test, not really video ID, it's ID because അത് ബേസിലാണ് നമ്മൾ കമൻറ്റ്സ് കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ വർക്ക്ഷീറ്റിൽ ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് കാണാം? നമുക്ക് വന്ന കമൻറ്റ്സ് എല്ലാം കാണാം. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത് ചെയ്തെന്നുള്ളത് നേരത്തെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോർട്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, സോ ദിസ് വീഡിയോ ഈസ് ടു ഗെറ്റ് an open source alternative for an application. അപ്പോൾ ഞാൻ ഇതിന് എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ പറയുന്നത് കമൻറ്റ് ദിസ് ടു ഗെറ്റ് ദിസ് URL, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ വീഡിയോ ഡീറ്റെയിൽസിൽ 2 കോളംസ് ഞാൻ നേരത്തെ പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. എക്സ്പെക്റ്റഡ് കമൻറ്റ്, അതായത് ഞാൻ വീഡിയോയിൽ പറയുന്നത് PDF എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ URL തരാം. അങ്ങനെയാണെങ്കിൽ so let's see PDF to brain.rot. So if I'm expecting PDF and the URL will be something like PDF to brain.rot.org, something like that. I don't remember the exact URL. So this is the use for these 2 columns. Okay, back to the same one. സോ നമ്മൾ 61 ഐറ്റംസ് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ? ഇനി കമൻറ്റ്സ് നമ്മൾ സിങ്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാത്ത കമൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ഇതിന് മാത്രം ഞാൻ റെസ്പോണ്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളതിന് ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വി ഓൾറെഡി റെസ്പോണ്ടഡ് ടു ഇറ്റ്, റൈറ്റ്? സോ വി ആർ ഗോയിങ് ടു പുട്ട് one if condition, which is this, replied or not, and which is equal to 0. And let's run this. So we get 5 items actually. So only 5 comments are there which I did not respond to. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പെർട്ടിക്കുലർ, സോ ലെറ്റ്സ് see the response. ഇത്രയും കമൻസാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പൈനായിട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന്, ഒന്ന്, ഇനി നമ്മൾ ആ APIയിലേക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ per se, so I set back to the drawing board. ഇതിൽ കമൻറ്റ് ജനറേറ്റ് ചെയ്യണം. കമൻറ്റ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്താണ് യൂസർ കമൻറ്റ് ചെയ്തതെന്ന് അറിയണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് റെസ്പോണ്ട് ചെയ്യണം. ഇനി അങ്ങനെ ഒരു empty റെസ്പോൺസ് ആണ്, അതായത് നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ പ്രത്യേകിച്ചൊന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ ഇമോഷൻ വി നീഡ് ടു റെസ്പോണ്ട്, റൈറ്റ്? അപ്പോൾ നമ്മുടെ ഏജൻറ്റിൽ ഇവിടെ വരുന്ന റെസ്പോൺസിൽ നമുക്ക് എന്തേ ഉള്ളൂ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വീഡിയോ ID ഉണ്ട്, നമുക്ക് കിട്ടിയ കമൻറ്റും ഉണ്ട്, പക്ഷേ എന്തില്ല? ഈ ഡീറ്റെയിൽസ് ഇല്ല, എക്സ്പെക്റ്റഡ് റെസ്പോൺസും എക്സ്പെക്റ്റഡ് കമൻറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റെപ്പും കൂടി വെക്കുന്നു.
get video response. Same തന്നെ Google Sheets account, sheet within document, and we are going to use and video details, and we are going to put in a filter which is video ID. Okay, so we are going to get video information about that particular video ID. So see, നമുക്ക് 5 എണ്ണമാണുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് വീഡിയോൻ്റെ ഡീറ്റെയിൽസ് കിട്ടി, കമൻസും കിട്ടി. ഈ കമൻസ് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, മെർജ് ചെയ്യുന്നു. അപ്പം ഇവിടെ 2 ഇൻപുട്ട് ഉണ്ടാവും, കമൻസ് ആർ നോട്ട് റിപ്ലൈഡ്, വീഡിയോ റെസ്പോൺസ്. അപ്പം മെർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഫ്ലോയിലുള്ള വേറൊരു നോഡാണ്. യു ക്യാൻ സെർച്ച് ഫോർ ദിസ് മെർജ്, ആൻഡ് ഇൻ ദിസ് മെർജ് ദ സെറ്റപ്പ് ഈസ് കമ്പൈൻ ആൻഡ് മാച്ചിങ് ഫീൽഡ്സ് ടു മാച്ച് ഇസ് വീഡിയോ ID, ബിക്കോസ് നമ്മൾ ഈ വീഡിയോ റെസ്പോൺസിലും കമൻസ് റിപ്ലൈ ചെയ്യാത്തതിലും രണ്ടും കോമൺ ആയിട്ടുള്ളത് വീഡിയോ ID ആണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വീഡിയോ IDയിൽ നമ്മൾ I ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് റെസ്പോൺസ് ഇവിടെ മെർജ് ചെയ്യുന്നത് കറക്റ്റ് ആവില്ല. പിന്നുള്ളൊരു കാര്യം, നമ്മുടെ ഇവിടെ വർക്ക് ഷീറ്റിൽ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്തും സ്പേസ് ഇല്ലാതെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇവിടെ എക്സ്പ്രഷൻസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഡ്രാഗ് എടുത്ത് ഡ്രോപ്പ് ചെയ്യുമല്ലോ, ആ സമയത്ത് ഇത് പ്രോപ്പർലി വർക്ക് ആവാത്ത ഒരു കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്പേസ് ഇല്ലാതെ യൂസ് ചെയ്യുക, നെയിമിങ്സ് എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫീൽഡ്സ് ടു മാച്ച് വീഡിയോ ID ഔട്ട്പുട്ട് ടൈപ്പിൽ ഇതിൽ 4ാമത്തെ എൻറിച്ച് ഇൻപുട്ട് 1, അതായത് ഫസ്റ്റിൽ അപ്പൻ്റെ ചെയ്ത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കാനാണ്. സ്റ്റെപ്പ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻസിൻ്റെ ഡീറ്റെയിൽസും ദീസ് ആർ ദ 3 ഡീറ്റെയിൽസ് ആൻഡ് ദീസ് മച്ച് തിങ്സ് ഫ്രം ദ വീഡിയോ ഡീറ്റെയിൽസ്. സോ നമ്മൾ 2 വർക്ക് ഷീറ്റ് കമ്പൈൻ ചെയ്ത് നമുക്ക് ഡാറ്റ കിട്ടി. ആൻഡ് ഇനി ചെയ്യേണ്ടത് AI ഏജൻറ്റ്. AI ഏജൻറ്റിൽ AI ഏജൻറ്റ് നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. AI ഏജൻറ്റ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് വേറെ ഒന്നും ചെയ്യാനില്ല. AI ഏജൻറ്റ് കൊടുക്കുക. ഏജൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ചാറ്റ് മോഡലായിട്ട് ഞാൻ കൊടുത്തത് ഗൂഗിളിൻ്റെ ജെമിനയുടെ API അക്കൗണ്ടാണ്. അത് ഫ്രീ ആണ്. ആൻഡ് ദിസ് ഈസ് ദ പോർട്ടൽ ടു ഗെറ്റ് ദാറ്റ്, aistudio.google.com, and you can just click get API key and you can just create an API key for that. വേറെ ഭീകരമായിട്ടുള്ള സെറ്റപ്പുകളൊന്നുമില്ല, ജസ്റ്റ് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. API key ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക, സേവ് കൊടുക്കുക, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ മോഡൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കൊടുക്കുന്നത് Gemini 2.0 ഫ്ലാഷ് ആണ്. ഓക്കെ, സോ ഇവിടെ AI ഏജൻറ്റിൽ പ്രോംപ്റ്റ്. Okay, so this prompt, this is long, right? So how can you generate that? Let's go back to ChatGPT. So I use ChatGPT to generate this prompt. Okay, നമ്മൾ ഒരു യൂട്യൂബ് കമൻറ്റിന് റെസ്പോണ്ട് ചെയ്യുന്ന പ്രോംപ്റ്റാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നു, അതായത് നിങ്ങളൊരു AI ഏജൻറ്റാണ്, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇതാണ്. If comment ask a question, provide a clear and concise answer, praises the video, acknowledge it, something like that. So back to this one. So you are an AI agent, so I just copy pasted the same thing and user input എന്നുള്ള കൊടുത്തിട്ട് ഈ expected കമൻറ്റ് ടെക്സ്റ്റ് ഇവിടെ കൊടുത്തു. നിങ്ങൾക്ക് അത് ഒന്നുകൂടി വേണമെങ്കിൽ ഇനിയും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഈ എക്സ്പെക്റ്റഡ് കമൻറ്റും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇഫ് യൂസർ ഈസ് ആസ്കിങ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ പ്ലീസ് റെസ്പോണ്ട് ഇറ്റ്, പ്ലീസ് ഇൻക്ലൂഡ് എക്സ്പെക്റ്റഡ് റെസ്പോൺസ് ഇൻ യുവർ റെസ്പോൺസ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, so I'm not going to do anything like that. So I'm going to execute only this once because I don't need like 5 times. ചിലപ്പം ടൈം ഒരുപാട് എടുക്കും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് AI ഏജൻറ്റായിട്ട് ഇനി ലെറ്റ്സ്
ചാറ്റ് മോഡലായിട്ട് ഫുള്ളി ലോക്കൽ നിങ്ങൾക്ക് റൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓലാമ ചാറ്റ് മോഡൽ കൊടുക്കാം. ഈ ഓലാമ ചാറ്റ് മോഡൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിലുണ്ട്, നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം. സോ ഇറ്റ്സ് ഗെറ്റിംഗ് എക്സിക്യൂട്ടഡ്, മൾട്ടിപ്പിൾ പ്രോംസ്. സി ഫസ്റ്റത്തെ കമൻറ്റിന്, ഫസ്റ്റ് വാച്ചിങ് എന്നുള്ള കമൻറ്റിന് കിട്ടിയ റെസ്പോൺസ് താങ്ക്സ് ഫോർ വാച്ചിങ്. ദെൻ കമൻറ്റ് ടെക്സ്റ്റ് താങ്ക് യു സാർ, യു ആർ വെൽക്കം. ഇതിന് കമൻറ്റ് ടെക്സ്റ്റ് ജസ്റ്റ് സ്മൈലി മാത്രമാണ്. സി താങ്ക്സ് ഫോർ ദ പോസിറ്റീവ് ഫീഡ്ബാക്ക്. സോ എ ഐക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അത് കൊടുത്തു. അപ്പം നമുക്ക് ഈ ഏജൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് വേണം? നേരത്തെ ഈ മേർജ് നോഡിൽ നിന്നുള്ള ഈ വീഡിയോ ഐ ഡി വേണം, ഈ കമൻറ്റ് ഐ ഡിയും വേണം. ഈ 2 സാധനങ്ങളും നമുക്ക് വേണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്താ പറ്റുള്ളൂ, ഈ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ജസ്റ്റ് ലൈക്ക് we did earlier, we are going to use a merge node and mode is different, it's combine and position 2. okay, so we are going to, so നമ്മൾ ഔട്ട്പുട്ടും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു, അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് നമുക്ക് ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് എന്ത്, ആ കമൻറ്റിന് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്, v3, okay, so this is a different, so this is the endpoint, sorry, I think we can use the other endpoint as well, so I use this endpoint anyway. And v3/comments, the same thing, credential YouTube OAuth2 and headers. So this is the additional thing which I did. അത് ഹെഡേഴ്സ് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻറ് ടൈപ്പ് JSON ആണ്, ആൻഡ് ബോഡി കണ്ടൻറ് ടൈപ്പ് this one using JSON, and parent ID is, so you see ഞാൻ നേരത്തെ സെറ്റപ്പ് ചെയ്തതിൽ ഐ ഡിയിൽ ഐ ക്യാപിറ്റൽ അല്ലായിരുന്നു, സ്മോൾ ലെറ്റർ ആയിരുന്നു. അതിപ്പോൾ എറർ അടിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ടു ഐ. സോ പാരൻ്റ് ID ദിസ് വൺ, കമൻറ്റ് ID, ഈ കമൻറ്റിനാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടത് അല്ലേ. സോ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാം, പാരൻ്റ് ID ഇതാണ്, അതിൻ്റെ റെസ്പോൺസ് താങ്ക്സ് ഫോർ വാച്ചിങ്. സോ which is the YouTube video ID. So let's go to, okay, so ഈ കമൻറ്റിനാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്. okay, so I'm going to execute it only once, I don't want to execute everything. We are going to test it. അതിൻ്റെ റെസ്പോൺസ് വന്നു, നമ്മൾ അത് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞു. go back, let's refresh this. okay, glad you liked. okay, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വർക്ക് ഫ്ലോയിൽ നമ്മൾ ചെയ്യുന്നത്. if there is a chance to share this, I think there is, I'll share it in the description. Anyway, hope you guys liked it. So there's one more addition to this. So ഈ സെയിം കാര്യം തന്നെ ഞാനൊരു പൈത്തണിൻ്റെ ആപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ ഷോ യു ദ ആപ്ലിക്കേഷൻ. സോ ഇറ്റ്സ് റണ്ണിങ് ഇൻ 5000. സോ ഐ ആക്ച്വലി ക്രിയേറ്റഡ് ദ ആപ്ലിക്കേഷൻ യൂസിങ് Streamlit and Python. ഇത് കംപ്ലീറ്റ്ലി ലോക്കലി റൺ ചെയ്യാവുന്ന ഒരു SQLite ഡാറ്റാബേസ് വെച്ചിട്ടുള്ളതാണ്. So this is like history, configuration, API key എല്ലാം സെറ്റപ്പ് ചെയ്യുന്നത്, ടെംപ്ലേറ്റ് ആഡ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത്രയും ഹെവി സ്റ്റെപ്സ്, ഒരുപാട് കോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തെടുക്കാൻ. ബട്ട് right now we do have a simpler solution without any code, without any setup. So N8N അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവിടെ വർക്ക് ഫ്ലോ ഹോസ്റ്റ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ റൺ ചെയ്യാൻ പറ്റും. you can just activate it and use that. So the future video will be how to respond to your Google business automatically using AI. എന്തായാലും
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇഫ് യു ഹാവ് എനി സജഷൻസ് for future videos, and if you have any questions, please put it in your comment as a comment, and see you in the next video.